നമസ്കാരം, ഞാൻ രാജശേഖരൻ വാസ്തു കൺസൾട്ടൻ്റ്. കന്നിമൂല എപ്പോഴും വീട് വെക്കുമ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കന്നിമൂലയിൽ കുഴി വരാൻ പാടില്ല, കന്നിമൂലയിൽ കക്കൂസ് വരാൻ പാടില്ല. ശരിക്കും പറഞ്ഞ് എന്തായി കന്നിമൂല? ആരെങ്കിലും അതേക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഭയങ്കരമായ ചർച്ചയാണ്. ഇതേക്കുറിച്ച് അറിയുന്ന ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ പറഞ്ഞു കന്നിമൂല എന്തോ വലിയ പ്രശ്നമെന്ന് അറിയാം. നമുക്കിന്ന് അതൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ കന്നിമൂല എന്ന്? നമ്മൾ ഒരു ബിന്ദുവിന് ചുറ്റും 360 ഡിഗ്രി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. നമുക്ക് ഭൂമിക്ക് ചുറ്റും 360 ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതിനെ 12ആയി ഭാഗിച്ചാൽ ഒരു ഭാഗം ആണ് നമ്മൾ സാധാരണ ഒരു മാസം എന്ന് പറയാം, അല്ലേ? ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നൊക്കെ പറഞ്ഞു പോകുന്നില്ലേ? അങ്ങനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഈ ഡിഗ്രി 30 വരിക, 30 ഡിഗ്രി. ഈ ഡിഗ്രി ഒരു സർക്കിളായിട്ടാണ് സാധാരണ കണക്ക് കൂട്ടുക. നമ്മൾ ജ്യോതിഷത്തിന് ഒരു സമയത്ത് അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഒരു പലകയുണ്ടാവും. അതിനകത്ത് ഒരു ചതുരത്തിനകത്ത് മേലെ മീനം, മേടം, ഇടവം എന്നൊക്കെ പറഞ്ഞ് ചുറ്റും എഴുതിയിട്ടുണ്ടാവില്ലേ? അപ്പം ഈ സർക്കിളാകൃതിയുള്ള ഈ ഡിഗ്രിയെ 30 ഡിഗ്രി വരുന്ന ഭാഗത്തെ ചതുരത്തിലാക്കിയപ്പം വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ആ ഭാഗം നമ്മൾ കണ്ടെത്തിയ സ്ഥലത്ത് വരുന്ന ആ രാശിയാണ്, ആ ഒരു മാസത്തെ രാശി എന്ന് പറയാം. ആ രാശി ചക്രത്തിൽ അങ്ങനെ പറയാം. ആ രാശിയാണ് ശരിക്കും പറഞ്ഞാൽ മീനം എന്ന് പറയാം. നമുക്ക് അവിടെ തുടങ്ങാം, എന്തൊരു തുടക്കം വേണമല്ലോ. അപ്പം വടക്ക് കിഴക്കേ മൂല മീനം, തൊട്ട് താഴെ മേടം, അതിന് താഴെ ഇടവം, തെക്ക് കിഴക്കേ മൂലയിൽ വരുന്ന രാശിയാണ് മിഥുനം, തെക്ക് കിഴക്കേ മൂല. അത് കഴിഞ്ഞ് തെക്ക് വശത്ത് വരുന്നതാണ് കർക്കിടകം, ചിങ്ങം. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വരുന്ന രാശിയാണ് കന്നി. നമ്മളെപ്പോഴും ചർച്ചയുള്ള കന്നി എന്ന് പറയുന്ന സംഭവം നമ്മൾ ഈ രാശിചക്രം വരയ്ക്കുമ്പം വരയ്ക്കുന്ന ചക്രമായിട്ടല്ല, ഒരു സ്ക്വയറായിട്ട് വരയ്ക്കുക. അതിന് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വരുന്ന ഒരു രാശിയാണ് കന്നി എന്ന് പറയുന്നത്. പിന്നെ ആ പടിഞ്ഞാറ് വശത്ത് കന്നി, തുലാം, വൃശ്ചികം, ധനു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ധനുവാണ് വരിക. പിന്നെ വടക്ക് വശത്ത് മകരം, കുംഭം. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഭൂമിയുടെ ചുറ്റുമുള്ള ആ ഏരിയയെ 360 ഡിഗ്രിയെ 12ആയി ഭാഗിക്കുമ്പം ഒരു ഭാഗത്ത് വരുന്ന 30 ഡിഗ്രിയാണ് ശരിക്കും ഒരു രാശി. അതിൻ്റെ പേര് മാത്രമാണ് ഇങ്ങനെ. ഇപ്പം തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വരുന്ന ഈ കന്നിരാശിക്ക് ഈ ശരിക്കും പറഞ്ഞാൽ 12 മാസവും സൂര്യൻ്റെ സ്വഭാവം 12ആണ്. ചില സമയത്ത് നമുക്ക് കൂടുതൽ ചൂടായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതിന് കാരണം അയനമുണ്ട്. 23 ഡിഗ്രിയോളം അത് വടക്കോട്ടും തെക്കോട്ടും സഞ്ചരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഭൂമി സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഡിഗ്രി പറഞ്ഞാലും സൂര്യൻ്റെ ചുറ്റുമാണ് ഭൂമി സഞ്ചരിക്കുന്നത്. അപ്പം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്കുള്ള അനുഭവം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് വേറെ പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചത്, ഈ കന്നിമൂല എന്ന് പറഞ്ഞ ഭാഗത്തായിരിക്കും ഒരു വീടിന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന സ്ഥലം. കാരണം കേരളം കിടക്കുന്നത് ഭൂമിത്തിലേക്ക് വടക്ക് വശത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മാസങ്ങളിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തെക്ക് വശത്തൂടെ ആയിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഏതാണ്ട് ചൂടടിക്കുന്ന ഭാഗം തെക്ക് വശമായിരിക്കും. വൈകുന്നേരം പ്രത്യേകിച്ച് ചൂട് പടിഞ്ഞാറ് വരും. അപ്പോൾ പടിഞ്ഞാറ് തെക്കൂടെ ചേരുന്ന സ്ഥലമായതുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് ഇത്ര പ്രാധാന്യം. അല്ലാതെ എല്ലാ മൂലകളും പ്രധാനമാണ്. പിന്നെ വേറെ കാര്യം പറയാം. നമ്മൾ കുറ്റി വെക്കുമ്പം മൂലക്കോൺ രാശികളിൽ കുറ്റി വെക്കാറില്ല. മീനം, മിഥുനം, കന്നി, ധനു ഈ രാശികൾ കുറ്റി വെക്കാറില്ല. അതുപോലെ തന്നെ കർക്കിടകവും പൊതുവെ ഒഴിവാക്കാറുണ്ട്. ഞാനത് ഒന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം കന്നിമൂല എന്താണെന്നൊരു ധാരണയായി കാണുമല്ലോ. കന്നിമൂല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡിഗ്രിക്ക് ഭൂമിക്ക് ചുറ്റും കൊടുത്ത ഒരു പേരാണ്. അത് രാശിചക്രം വരയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത്രയേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ. അപ്പം പുതിയ അറിവ് വരുന്ന ദിവസം കാണാം. നന്ദി, നമസ്കാരം.